ഹലോ നമസ്കാരം, എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മസാല ദോശയാണ്. അപ്പോൾ നമുക്ക് മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഉലുവ ചേർക്കുന്നത് നല്ല ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഉലുവ ഇടുന്നത്. അപ്പോൾ നമുക്കിത് കുതിരാനിടാം. വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് കുതിർത്തി ഒരു 8 to 10 മണിക്കൂറോളം ഇത് നമുക്ക് കുതിർത്തി എടുക്കണം. ഇപ്പോൾ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല തിക്കായിട്ട് ഇങ്ങ് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വെക്കുക. 4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടും. മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും അത് 2 ഞാൻ കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2ഉം ഓരോ ടീസ്പൂൺ വെച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഒരു സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വലിയൊരു സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചുടച്ച് വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ മല്ലിയില കൂടി കുറച്ച് ഇതിലേക്ക് വിതറി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല ദോശ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കുക. നമ്മുടെ മാവ് ഇതിലേക്ക് കോരി ഇതേപോലെ വലുതായിട്ട് പരത്തിയെടുക്കുക, നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് സെറ്റായിട്ട് കിട്ടും. ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ മസാല ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ വെള്ള ചട്നിയും നമ്മുടെ ഉഴുന്ന് വടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. താങ്ക്